പൊളിറ്റിക്കൽ സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്റർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ മെയിനായിട്ട് പറയുന്നത് ഇത് സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉള്ള ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദ അപ്പെക്സ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. In the previous 2 lessons you had learned that union legislature which is known as parliament, യൂണിയൻ ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പരമോന്നത കോടതിയെക്കുറിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത കോടതി എന്ന് പറയുന്ന ഒന്നാണ് സുപ്രീം കോർട്ട്. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പം ഇവിടെ സുപ്രീം കോർട്ടിൽ ഇറ്റ് സെറ്റിൽസ് ദ ഡിസ്പ്യൂട്ട്, ഇന്റർപ്രറ്റ് ലോസ്, പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സുപ്രീം കോർട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൂടാണ്ട് വഴക്കുകൾ, ലോയെക്കുറിച്ചുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതെല്ലാം തന്നെ, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലാണ് നടപ്പിലാക്കുന്നത്. ഇവിടെ സിംഗിൾ യൂണിഫൈഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ സേലിയൻ ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ദ ഡിസ്റ്റിൻക്റ്റ് ഫീച്ചേഴ്സ് ഓഫ് അവർ ജുഡീഷ്യൽ. ഇറ്റ് ഈസ് എ സിംഗിൾ യൂണിഫൈഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഫോർ ദ ഹോൾ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തേക്കുള്ള മൊത്തം തീരുമാനങ്ങൾ മറ്റൊരാളുടെയും ഇൻ്റർഫിയറൻസ് കൂടാതെ, ഒരാളുടെയും കൈകടത്തൽ കൂടാതെ തീരുമാനങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റമാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. The Supreme Court stands at the top of the single integrated judicial system with the High Court at the state level. അപ്പം സുപ്രീം കോർട്ട് ഇന്ത്യയുടെ തന്നെ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. സംസ്ഥാന തലങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ അത് ഹൈക്കോർട്ടാണ്. അത് ഹൈക്കോർട്ട് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ബാക്കിയുള്ള ഇതിൻ്റെ അകത്ത് ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് പോകുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെ തൊട്ട് താഴെ സ്റ്റേറ്റ് ഹൈക്കോർട്ട്, അതിന് താഴെ സബോർഡിനേറ്റ് കോർട്സ് ഓർ ലോവർ കോർട്സ്, അപ്പം നമ്മുടെ ജില്ലാ കോടതിയും പിന്നെ സബ് ജില്ലാ കോടതിയും ഒക്കെ ആയിട്ടുള്ള ഓരോ ഇതിനെക്കുറിച്ചാണ്. അപ്പം പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതിൻ്റെ താഴെയുള്ള സംസ്ഥാനതല പരമോന്നത കോടതി സംസ്ഥാനതല കോടതി എന്ന് പറയുന്നത് ഹൈക്കോർട്ടാണ്. അതിൻ്റെ താഴെ ജില്ലാ കോടതിയും അതിൻ്റെ താഴെ സബ് കോടതികളും വരുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ദ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് 25 അതർ ജഡ്ജസ്. അപ്പം സുപ്രീം കോർട്ടിൽ എത്രയുണ്ട്? ഒരു ചീഫ് ജസ്റ്റിസും ബാക്കി 25 ജഡ്ജിമാരും കൂടെ അടങ്ങിയതാണ്. ദ പാർലമെൻറ്റ് മേ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഇഫ് ഇറ്റ് ഡീംസ് നെസസറി. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളുണ്ടെങ്കിൽ പാർലമെൻറ്റ് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതാണ്. To begin with, besides the Chief Justice, there were only 7 other judges. The Parliament has increased the number of judges from time to time. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ജഡ്ജസ് കൂടാണ്ട് ചീഫ് ജസ്റ്റിസ് പിന്നെ 7 മറ്റ് ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന 7 ജഡ്ജിമാർ കൂടിയുണ്ട്. പാർലമെൻറ്റ് സമയാസമയങ്ങളിൽ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാറുണ്ട്. 2005 there are 25 judges beside the Chief Justice who also called the Chief Justice of India. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പം സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. വൈൽ അപ്പോയിൻറ്റിംഗ് ദ ചീഫ് ജസ്റ്റിസ്, ദ പ്രസിഡന്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി റിക്വയർഡ് ടു consult such other judges of the Supreme Court as he deems proper, but outgoing Chief Justice is always consulted. Normally, the senior most judge of the Supreme Court is appointed as the Chief Justice of India. അപ്പോൾ ആരാണ് നോർമലി പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് പൊതുവെ ഈ ഒരു പോസ്റ്റിലേക്ക് പിന്നെ പ്രപ്പോസ് ചെയ്യാറ്. ഓൾദോ ദർ ഈസ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ് ടു ഡു സോ. അപ്പോൾ നമ്മുടെ ഭരണഘടനാ പ്രകാരം നമുക്ക് അതിനുള്ള പ്രസിഡന്റിന് അതിനുള്ള അവകാശമുണ്ട്. നിലവിലുള്ള 25 ജഡ്ജിമാരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആരാണ് ആ വ്യക്തിയെ നമുക്ക് പാർലമെൻറ്റിന് ചീഫ് ജസ്റ്റിസ് എന്നുള്ള പദവിയിലേക്ക് മാറ്റാവുന്നതാണ്.
While appointing other judges, the President is bound to consult the Chief Justice and other senior judges if he deems proper. അപ്പം പ്രസിഡന്റ് മറ്റുള്ള ജഡ്ജിമാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രസിഡന്റ് അത് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം? ചീഫ് ജസ്റ്റിസുമായിട്ടും അതുപോലെയുള്ള മറ്റ് സീനിയർ ജഡ്ജസുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് സുപ്രീം കോർട്ടിലേക്കുള്ള ജഡ്ജിമാരെ പ്രിഫർ ചെയ്യുന്നത്. Whenever there is a vacancy or likely vacancy in the Supreme Court, the Chief Justice and അപ്പോൾ ഇവിടെ പറയുന്നത് whenever there is a vacancy or likely vacancy in the Supreme Court, the Chief Justice and 4 other senior most judges consider various names and recommend the names of the person to be appointed as judges of the Supreme Court. ഇപ്പം പൊതുവെ ചീഫ് ജസ്റ്റിസിനെ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്. അപ്പം മറ്റുള്ള ജഡ്ജിമാരെ 25 ജഡ്ജിമാരുണ്ടെന്ന് പറഞ്ഞാൽ 25 ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അത് ചീഫ് ജസ്റ്റിസിൻ്റെയും മറ്റുള്ള മുതിർന്ന 4 ജഡ്ജിമാരുടെയും പിന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് സുപ്രീം കോർട്ടിലേക്കുള്ള മറ്റുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നത്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ റൂളിംഗ് ഓഫ് ദ Constitutional Bench of a Supreme Court handed down in 1993 and reinforced in 1999. അപ്പോൾ 1993 തൊട്ട് 1999 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. Thus, while the Constitution still provides that the President is the appointing authority of the Supreme Court judge, the ruling of the Supreme Court has since 1999 become virtually binding on the President. The power of selection of judges has passed on the group of Supreme Court judges called the Collegium of the Court. അപ്പം മറ്റുള്ള ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം സുപ്രീം കോടതി ജഡ്ജിക്കും പ്രസിഡന്റിനും കൂടെ ആയതുകൊണ്ട് ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും കൂടെ ആയതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന കോളേജിയം ഓഫ് ദ കോർട്ട് എന്നാണ്. ഇനി ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷനും എത്ര വരെ അവർക്ക് കാലാവധി ഉണ്ടെന്നും അവരെ എങ്ങനെയൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്, ജഡ്ജി എന്നുള്ള ആ ഒരു പോസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എ പേഴ്സൺ ഈസ് ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ജഡ്ജ് ഓൺലി on he or she is a citizen of India and she fulfills the following conditions. അപ്പം ആദ്യം തന്നെ സുപ്രീം കോടതി ജഡ്ജി ആവണമെങ്കിൽ ആ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ he or she has been at least 5 years of judge as a high court. അപ്പം ഹൈക്കോർട്ടിൽ ആ വ്യക്തി സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട വ്യക്തി 5 വർഷമെങ്കിലും ഹൈക്കോടതിയിൽ ജഡ്ജി ആയിട്ടിരിക്കണം. 2 or more than 2 of such courts. 2 കൂടുതലോ അതിൽ കൂടുതലോ കോർട്ടുകളിൽ ജഡ്ജ് എന്നുള്ള പോസ്റ്റിലേക്ക് ഇരിക്കണം. പിന്നെ he or she has been for at least 10 years of advocate of high court or 2 or more than 2 such court. അപ്പം ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞാൽ 5 വർഷം ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ടിരിക്കണം. ഇനി അതല്ലെങ്കിൽ 10 വർഷം ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ടായിരിക്കണം. ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് 2-3 കോർട്ടുകളിൽ ജഡ്ജായിട്ടിരിക്കുക. ഇനി അതും അല്ലെങ്കിൽ 2-3 കോർട്ടുകളിൽ 10 വർഷത്തിൽ കൂടുതൽ അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുക. ഹി ഓർ ഷീ ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ്, എ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്. അപ്പം മെയിൻ ഒപ്പീനിയൻ. പിന്നെ ഇതൊന്നും കൂടാതെ പ്രസിഡന്റിൻ്റെ ഒപ്പീനിയനും കൂടിയാണ് ഇവിടെ ആരായുന്നത്. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഹോൾഡ് ഓഫീസ് ടിൽ ദേ അറ്റൈൻ ഏജ് ഓഫ് 65 years. അപ്പോൾ 65 വയസ്സാകുന്നത് വരെ അവർക്ക് ആ ഒരു പോസ്റ്റിൽ ഇരിക്കാവുന്നതാണ്. ജഡ്ജ് മേ വോളണ്ടറിലി റിസൈൻ ബിഫോർ എക്സ്പയറി ഓഫ് ഹിസ് ടേം. ഒന്നല്ലെങ്കിൽ 5 വർഷം 65 വയസ്സ് തയ്ക്കുന്നവർ അതിനല്ലെങ്കിൽ അതിന് മുന്നേ വോളണ്ടറി റിട്ടയർമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ എക്സെപ്ഷണൽ കേസസ് എ സുപ്രീം കോർട്ട് ജഡ്ജ് മേ ബി റിമൂവ്ഡ് ബിഫോർ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ ലേ ഡൗൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Thus, a judge of the Supreme Court can be removed from office by an order of the President passed after an addresses by each house of the Parliament supported by a majority of total membership of the House and not less than 2/3 majority of the members of the House present and voting passed in the same section has been presented to the President for such removal on the ground of proved misbehavior or capacity. അപ്പം ഒന്നല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 65 വയസ്സ് വരെ ആയതിനു ശേഷം നോർമൽ റിട്ടയർമെൻറ്റ് ആവാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ റിമൂവൽ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മിസ്ബിഹേവിയറോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസിൽ അവിടെ വോട്ടിംഗ് ചെയ്ത് അവിടെയുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും ഇയാളെ റിമൂവ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ പ്രസിഡന്റിനെ മറ്റുള്ള ജഡ്ജിമാർക്കും തീരുമാനിച്ചിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
It is clear that Supreme Court judge enjoys security of tenure and the executive cannot abruptly remove that. അപ്പോൾ പൊതുവെ ഇവർക്ക് ഒരു ഇത്ര വർഷത്തെ 65 വയസ്സ് വരെയുള്ള കാലാവധി പീരീഡ് അവർക്ക് അവിടെയുണ്ട്. പെട്ടെന്ന് ഒരു എക്സിക്യൂട്ടീവിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്. നോ പേഴ്സൺ ഹു ഹാസ് ഹെൽഡ് ഓഫീസ് ഓഫ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് അലൗഡ് ടു പ്ലീഡ് ആസ് ആൻ അഡ്വക്കേറ്റ് ഇൻ എനി കോർട്ട് ഓർ ബിഫോർ എനി അതോറിറ്റി വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പം സുപ്രീം കോടതി ജഡ്ജിയുടെ അണ്ടറിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കോർട്ടിൻ്റെ മുന്നിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യാണ്ട് അവർക്ക് ഒരിക്കലും അഡ്വക്കേറ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആർ പെയ്ഡ് സച്ച് സാലറീസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ പാർലമെൻറ്റ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഓരോ ജഡ്ജിമാർക്കും കൃത്യമായിട്ടൊരു സാലറി അത് പാർലമെൻറ്റ് നിശ്ചയിക്കുന്ന പ്രകാരം ഒരു സാലറി എല്ലാ ജഡ്ജിമാർക്കും കൊടുക്കേണ്ടതാണ്. A court record. The Supreme Court is a court of record. It has two implications. All its decisions and judgments are cited as precedents in all courts of the country. They have the force of law and are binding on all lower courts and indeed the high courts. As a court record, the Supreme Court can even send a person to jail who may committed contempt of the court. ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൂടെ പറയുന്നുണ്ട് ദ സ്കോപ്പ് ഓഫ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ടു ഹിയർ ആൻഡ് ഡിസൈഡ്സ് കേസ് ഈസ് കോൾഡ് ജൂറിസ്ഡിക്ഷൻ. The Supreme Court has 3 types of jurisdiction, namely original, appellate and advisory. Original jurisdiction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are certain cases which fall within the exclusive jurisdiction of the Supreme Court. It means that all such cases begins or originate in the Supreme Court. It also means that such cases cannot be initiated in any other court. The cases or disputes that come under the original jurisdiction. അപ്പോൾ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ്റെ നിയമാവലികൾ പറഞ്ഞെങ്കിലാണ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഓൺ ദ വൺ സൈഡ് ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ് ഓൺ ദ അതർ സൈഡ്. അപ്പോൾ ഏതൊക്കെ എങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ വരുന്നതെന്നുള്ളതാണ്. ഒന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റുകളും തമ്മിലുള്ളത്, ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ് ഓൺ ദ അതർ സൈഡ് ആൻഡ് വൺ മോർ സ്റ്റേറ്റ് ഓൺ ദ അതർ സൈഡ്. അപ്പോൾ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ 2 or more സ്റ്റേറ്റ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും 2-ൽ കൂടുതൽ സ്റ്റേറ്റുകളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ തേർഡ് വൺ പറഞ്ഞത് 2-ൽ കൂടുതൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. The Supreme Court has been invested with special powers of the enforcement of fundamental rights. In this connection, it has the power to issue direction or writs. Causes under public interest litigation bill can also be heard directly. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കിയാൽ, പൊതു താല്പര്യങ്ങളിൽപ്പെട്ട തർക്കങ്ങളിൽ ഇതിൻ്റെ മേലെ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അധികാരം സുപ്രീം കോടതി യഥാർത്ഥ അധികാരമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണോ എന്ത് വിധിയാണോ വിധിക്കേണ്ടത് അത് സുപ്രീം കോടതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനാണ്. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അപ്പീലിന് പോകാമെന്ന് പറയാറില്ല. അപ്പീൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതിയുടെ വിധി താഴെയുള്ള ഹൈക്കോടതിൻ്റെ വിധിയെ മറികടന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധിയാണ്. അതിനാണ് അപ്പീൽ അധികാരം അല്ലെങ്കിൽ അപ്പീലിന് പോകുക എന്ന് പറയുന്നത്. അപ്പം കീഴ്ക്കോടതി വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി വിധിച്ചിരിക്കുന്ന വിധിയെ മറികടന്ന് സുപ്രീം കോടതി ഒരു വിധി പറയുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ്. കാരണം ഹൈക്കോടതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയാണ്. അപ്പം ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിക്ക് മുന്നേ ഉള്ളത് 3 തരത്തിലുള്ള അപ്പീൽ അധികാരമുണ്ട്. സുപ്രീം കോടതിക്ക് ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിക്ക് 3 തരത്തിലുള്ള അപ്പീൽ അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് അപ്പീൽസ് ഇൻ സിവിൽ കേസസ്. സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു തർക്കങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വത്ത്, വിവാഹം, ധനം, സേവനം ഇതുപോലെ ഇടപാടുകൾ തമ്മിലുള്ള തർക്കങ്ങളെ സിവിൽ കേസസ് എന്നറിയപ്പെടുന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ മേലുള്ള തർക്കത്തിൽ ഹൈക്കോടതിയുടെ
വിധികളെ ഭരണഘടനാപരമായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വിധികളെ ഭരണഘടനാപരമായിട്ട് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഉപയോഗിച്ച് സുപ്രീം കോടതി അതിന് അപ്പീൽ അധികാരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് അപ്പീൽസ് ഇൻ ക്രിമിനൽ കേസസ് എന്നാണ് പറയുന്നത്. ക്രിമിനൽ കേസസ് എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്ക് മേലുള്ള അപ്പീൽ അധികാരമാണ് ഇവിടെ പറയുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് മേലുള്ള അപ്പീൽ അധികാരം എന്ന് പറയുമ്പോൾ കീഴ്ക്കോടതി വധശിക്ഷ ഉൾപ്പെടെയുള്ള കീഴ്ക്കോടതി വിധിച്ചിട്ടുള്ള വധശിക്ഷ ഉൾപ്പെടെയുള്ള ഏത് ശിക്ഷയും സുപ്രീം കോടതിക്ക് പുനഃപരിശോധന നടത്തിയിട്ട് അതിൻ്റെ മേലെ മറ്റൊരു വിധി പറയാവുന്നതാണ്. അപ്പോൾ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ച കുറ്റകൃത്യങ്ങളിൽ സുപ്രീം കോടതി അപ്പീൽ അധികാരം ഉപയോഗിച്ച് മറ്റൊരു വിധി സമ്പാദിക്കാവുന്ന രീതിയിൽ പറയുന്നതിനാണ്. നെക്സ്റ്റ് അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ് ആണ് പറയുന്നത്. അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുണ്ടല്ലോ, അതായത് ഭരണഘടനാപരമായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസണ് വേണ്ട അവകാശങ്ങൾ, ആ അവകാശങ്ങളെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭരണഘടനാ വ്യാഖ്യാനങ്ങളോ തർക്കങ്ങളോ മറ്റെന്തെങ്കിലും പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി വിധിയെ മറികടന്ന് സുപ്രീം കോടതിക്ക് വിധിക്കാനുള്ള അധികാരമാണ് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷനാണ്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപദേശക സമിതി അല്ലെങ്കിൽ ഉപദേശക അധികാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് പൊതുജന താല്പര്യാർത്ഥം നിയമനിർമ്മാണങ്ങൾക്കുള്ളിൽ രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ നൽകാനുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി ഉപദേശം അധികാരം എന്നറിയപ്പെടുന്നത്. സാധാരണയുള്ള കേസുകളിൽ നിയമനിർമ്മാണത്തിൽ ഹൈക്കോടതിക്കോ അതുപോലെയുള്ള കോർട്ടുകൾക്കോ ഉപദേശങ്ങൾ പാർലമെൻറ്റിന് വരെ നിയമ ഉപദേശം കൊടുക്കാൻ ഉപദേശ അധികാരം കൊടുക്കാനുള്ള അതോറിറ്റി സുപ്രീം കോർട്ടിനുണ്ട്. ഗവൺമെൻറ്റിനോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കൊക്കെ ഒരു നിയമോപദേശം കൊടുക്കാനുള്ള അധികാരം വരെ ഇവിടെ സുപ്രീം കോർട്ടിനുണ്ട്. പൊതുവെ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത് ഇവിടെ പറയുന്നുണ്ട് the Constitution of India is the supreme law of the land and the Supreme Court. It is interpreter and guardian. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോർട്ടാണെന്ന് പറഞ്ഞു. ഇതിന് മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട് ആ പാരഗ്രാഫ് ലാസ്റ്റ്. ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ദ സുപ്രീം കോർട്ട് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ചാമ്പ്യൻ ഓഫ് ലിബർട്ടീസ് ആൻഡ് എ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി. അപ്പോൾ ഇത്തരം പേരുകളുണ്ട്. ചാമ്പ്യൻ ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്നുള്ള പേരുകളിലും കൂടി സുപ്രീം കോർട്ട് അറിയപ്പെടുന്നുണ്ട്.